children, let us start with the topic depression of freezing point. Colligative property, third colligative property ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് depression of freezing point. What is meant by freezing point? Freezing point is defined as the temperature at which vapor pressure of a substance in its liquid phase is equal to vapor pressure in its solid phase. അതായത് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ ലിക്വിഡ് ഫേസിലെ വേപ്പർ പ്രഷറും സോളിഡ് ഫേസിലെ വേപ്പർ പ്രഷറും തമ്മിൽ ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ്. എക്സാമ്പിൾ പറഞ്ഞാല് വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ആണ്. നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഐസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വേപ്പർ പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ. കാരണം സോളിഡ് അവിടെ എന്തായിട്ട് ചേഞ്ച് ചെയ്യുവാണ്, വേപ്പർ ആയിട്ട് മാറുക. എന്നിട്ട് അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതാണ് ഐസിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴും അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ട്. ഈ സോളിഡ് ഫേസിലെ വേപ്പർ പ്രഷറും ലിക്വിഡ് ഫേസിലെ വേപ്പർ പ്രഷറും രണ്ടും കൂടി ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രിയില്. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് ലിക്വിഡ് ഫേസ് ഇസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് സോളിഡ് ഫേസ്. ഇനി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് ഫ്രീസിംഗ് പോയിന്റ് കുറയുക. നമ്മളൊരു വോളട്ടൈൽ ലിക്വിഡിനകത്തോട്ട് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം വേപ്പർ ഫേസിൽ എത്തുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം അവിടെ കുറയും. ആസ് എ റിസൾട്ട് വേപ്പർ പ്രഷർ ഓൾസോ ഡിക്രീസസ്. വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ സോളിഡ് ഫേസിലെയും ലിക്വിഡ് ഫേസിലെയും വേപ്പർ പ്രഷർ ഈക്വൽ ആയിട്ട് മാറും. ഇപ്പൊ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ആണെങ്കിൽ 0യെക്കാട്ടി കുറഞ്ഞ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് തന്നെ സോളിഡ് ഫേസിലെയും ലിക്വിഡ് ഫേസിലെയും വേപ്പർ പ്രഷർ ഈക്വൽ ആയിട്ട് മാറും. ആ ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റിനെയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ വോളട്ടൈൽ സോൾവെന്റ്, the freezing point of a substance decreases. This decrease in freezing point is known as depression of freezing point. Depression of freezing point എന്ന് പറഞ്ഞാല് ഒരു വോളട്ടൈൽ ലിക്വിഡിനകത്തോട്ട് നോൺ വോളട്ടൈൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഡിക്രീസസ്. ദാറ്റ് ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് നോൺ ആസ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറഞ്ഞു. Let T0F be the freezing point of pure solvent. 0 ആയിട്ട് നമ്മൾ എടുക്കുന്നത് പ്യുവർ ആയിട്ടുള്ളതിന്റെയാണ്. അപ്പം T0F be the freezing point of solvent and TF be the freezing point of solution. Then depression of freezing point, that is delta TF equal to delta TF ആണ് depression of freezing point. സോൾവെന്റിന്റെ പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്തുമാത്രം ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഡെൽറ്റ TF, that is depression of freezing point. Here TF, that is freezing point of solution, is less than freezing point of solvent. TF സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവും സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടുതലും. Therefore delta TF equal T0F minus TF എന്ന് വരുമല്ലോ. This delta TF equal freezing point of solvent minus freezing point of solution. Then delta TF is directly proportional to molality.
molality, or delta TF equal KF into M. M molality. Here KF is a constant known as molar elevation constant or cryoscopic constant. KF is a constant known as molar depression constant or cryoscopic constant. നമ്മൾ പറഞ്ഞു ഡെൽറ്റ ടി എഫ് മൊളാലിറ്റിയോട് പ്രപ്പോർഷണൽ ആണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അപ്പൊ മൊളാലിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എഫ് വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുവാണ് എങ്കിൽ ഡെൽറ്റ ടി എഫ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. നമ്മൾ പറഞ്ഞാലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് വേരിയേഷൻ വരുന്നതിനനുസരിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്കും ചേഞ്ച് വരും. അതാണ് ഇവിടെ പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ ടി എഫ് വാല്യൂ ഓൾസോ ഇൻക്രീസസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ ടി എഫ് വാല്യൂ ഡിക്രീസ് ചെയ്യും. അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. Here delta TF is equal to KF into M. KF molar depression constant or cryoscopic constant. KF define ചെയ്യാൻ വേണ്ടിയിട്ട് when M is equal to 1 molar ആയിട്ട് നമ്മൾ എടുക്കുക. 1 molar means 1 mole solute dissolved in 1000 gram of solvent. 1 mole solute 1000 gram സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടുത്തെ മൊളാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മോളാൽ. ഒരു സൊല്യൂഷന്റെ മൊളാലിറ്റി 1 മോളാൽ ആണ് എങ്കിൽ ഡെൽറ്റ ടി എഫ് വാല്യൂ ഏതിനോട് ഈക്വൽ ആയിരിക്കും? കെ എഫ്. എം 1 ആണ്. സോ ഡെൽറ്റ ടി എഫ് ഈക്വൽ നമുക്ക് എന്താന്ന് എഴുതാൻ പറ്റും? കെ എഫ്. ദാറ്റ് മീൻസ് if the molality of the solution 1 molar, then delta TF becomes equal to KF. Or how can we define KF? Or molar depression constant or cryoscopic constant? Cryoscopic constant is defined as the depression in freezing point when 1 mole of non-volatile solute is dissolved in 1 kilogram or 1000 gram of solvent. 1 kilogram അല്ലെങ്കിൽ 1000 gram of solventനകത്ത് 1 mole non-volatile solute dissolve ചെയ്യുമ്പോൾ അവിടുത്തെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. നെക്സ്റ്റ്, determination of molar mass of solute from delta TF. delta TF ൽ നിന്നും നമ്മൾ molar mass കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. We know that delta TF equal KF into M. Here M is molality. So M equal number of moles of solute. By mass of solvent in kilogram. Which is equal to number of moles. Number of moles is represented as N. Solute ആയതുകൊണ്ട് NB. By mass W. Mass of solvent represented A. WA. In kilogram ആയതുകൊണ്ട് divided by 1000, which is equal to NB number of moles of solute. Number of moles equal mass by molar mass. So NB is written as mass W, mass of solute WB by molar mass capital M, molar mass of solute MB, all divided by WA by 1000. Or M equal reciprocal and multiply ചെയ്യുക. We get M equal WB by
MB into reciprocal of this 1000 by WA. Value of M substituting in this equation, first equation, we get delta TF equal KF into M, this value WB into 1000 by MB into WA, or MB equal, ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡെൽറ്റ ടി എഫ് ഡിനോമിനേറ്ററിലോട്ട് വരും. We get MB equal 1000 KF into WB by delta TF into WA. ഇതാണ് determination of molar mass of solute from delta TF. അപ്പോൾ നമ്മൾ തുടങ്ങിയത് delta TF is equal to KF into M. Here M is molarity. Molarity is written as M equal number of moles of solute by mass of solvent in kilogram. Number of moles നെ നമ്മൾ represent ചെയ്യുന്നത് N. Number of moles of solute NB by mass W. Mass of solvent ആയതുകൊണ്ട് WA. Then kilogramലോട്ട് convert ചെയ്യുന്നതുകൊണ്ട് divided by 1000. We know that NB equal WB by MB. Number of moles equal mass by molar mass. So NB equal WB by MB all divided by this value WA by 1000. Or M equal WB by MB into reciprocal of this fraction കൊണ്ട് multiply ചെയ്യുക 1000 by WA. Then substituting the value of M in this equation, we get delta TF equal KF into WB into 1000 by MB into WA, or MB equal 1000 KF into WB by delta TF into WA. Next, numericals. First question, calculate the freezing point of a solution containing 16 gram of glucose in 250 gram of water. Question അത് പറയുന്നത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കാൽക്കുലേറ്റ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ containing 60 gram of glucose in 250 gram water. 60 gram glucose 250 gram water നമുക്ക് ഡിസോൾവ് ചെയ്യിപ്പിച്ചു. ഡിസോൾവ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ദാറ്റ് ഈസ് TF. കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനകത്ത് മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട്. മാസ് ഓഫ് സൊല്യൂട്ട് 60 gram. ദാറ്റ് ഈസ് WB. WB equal 60 gram. Then mass of solvent 250 gram of water എന്ന് പറയുന്നുണ്ട്. mass of solvent WA equal 250 gram. Then molar mass is also given in the problem. Molar mass of solute, that is MB. MB equal 180. അതേപോലെ KF വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. KF 1.86. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? TF. നമുക്ക് TF കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം? ഡെൽറ്റ TF ഈക്വൽ T0F മൈനസ് TF എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് വേണം നമുക്ക് TF കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ TF കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡെൽറ്റ TF വാല്യൂ നമുക്കറിയണം, T0F വാല്യൂ അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് TF വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. How can we calculate delta TF and T0F? ഇവിടെ പറയുന്നുണ്ട് സോൾവെന്റ് വാട്ടർ ആണെന്ന്. T0F means freezing point of solvent. Here water is solvent. So T0F
equal 0 degree Celsius. ഇനി ഡെൽറ്റ ടി എഫും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ടി എഫ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡെൽറ്റ ടി എഫ്. We know the equation delta TF equal 1000 kF into WB by MB into WA. WB, MB, WA, KF. ഇതെല്ലാം ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ട്. Substituting the values of KF, WB, MB and WA, we get delta TF. Delta TF equal 1000 into KF, KF 1.86 into WB 60 by MB 180 into WA 250. We get delta TF equal 2.48 Kelvin. ഇപ്പോൾ നമുക്ക് ഡെൽറ്റ ടി എഫ് അറിയാം. ഡെൽറ്റ ടി എഫ് ഈക്വൽ 2.48 കെൽവിൻ. T0 0 ഡിഗ്രി സെൽഷ്യസ് ഇതിനെ കെൽവിനിലോട്ട് മാറ്റുന്നതാണ്. വി ഗെറ്റ് 273 കെൽവിൻ. ഇനി substituting the values of delta TF and T0F, we get TF value. Delta TF 2.48 equal T0F 273 minus TF or TF equal ഈ ടി എഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടി എഫിനെ ഈക്വൽ ഈ സൈഡിലോട്ടും കൊണ്ടുവരിക, 2.48നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവരിക. ഈ മൈനസ് ടി എഫ് ഈക്വൽ ഇപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് ടി എഫ് ആവും. ഈക്വൽ 273 പ്ലസ് 2.48 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2.48 എന്നാണ്. വി ഗെറ്റ് വാല്യൂ ഓഫ് ടി എഫ്. TF equal 270.52 Kelvin. This is freezing point of solution. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് freezing point of solution. Freezing point of solution TF equal 270.52 Kelvin.